പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, സ്വർഗപിതാവിന് നന്ദിയോടെ സ്തോത്രം കരയേറ്റുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയമാണ്. ഈ സമയത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു അല്ലേ. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും കഴിഞ്ഞ പകൽക്കാലം നമ്മളെ വിടുവിച്ചു. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. അനേകർക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ, അതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിന്, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിന്, നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുള്ളൂ. കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആക്കമേൻ, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 148-ാം സങ്കീർത്തനം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. ആമേൻ. കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുക. നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ആ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിക്കത്തിൽ നിന്നും അവരുടെ മുഖം പ്രകാശിക്കുമെന്നും തിരുവെഴുത്ത, ആ തിരുവെഴുത്തുകളെ ആധാരമാക്കി ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടിയില്ലെങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്ന ഞങ്ങൾക്കൊരു നന്മയ്ക്കും കുറവ് വരുവാൻ അങ്ങ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ക്ഷാമത്തിലും ഞങ്ങളെ ക്ഷേമത്തോടെ പുലർത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങ് സകല രോഗത്തിനും വൈദ്യനാകിയാൽ സ്തോത്രം. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഇവരുടെ മേൽ പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ, ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകട്ടെ. ഇവർ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിന് ക്ഷതം സംഭവിച്ച് വീഴ്ചകളിലൂടെ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണത്താൽ നട്ടലിന് ക്ഷതം സംഭവിച്ച് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ക്ഷതം സംഭവിച്ചിടത്തേക്ക് വിശ്വാസത്താൽ ഞങ്ങൾ കൈനീട്ടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. ആ നട്ടലിൻ്റെ ക്ഷതം പൂർണ്ണമായിട്ട് മാറി അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, തളർച്ചകൾ, സ്പർശനശേഷിയുടെ കുറവുകൾ, അതുപോലെ എന്തു തന്നെയാണെങ്കിലും അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. അങ്ങനെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആമേൻ കർത്താവിൻ്റെ വാതിലുകൾ, കർത്താവിൻ്റെ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവരെ കർത്താവിൻ്റെ കൈകളിലേക്ക് തരുന്നു. സമാധാനം കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ആമേൻ അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വ്യാഴാഴ്ച പകൽക്കാലം യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ.
അത്ഭുതം സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അഭിഷിക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അമേൻ. ഈ ദിവസങ്ങളിൽ കൊയ്ത്തിൻ്റെ യജമാനനെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അമേൻ. കൊയ്ത്തിനാവശ്യമായ കൊയ്ത്തുകാരെ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, മഹത്തരമായി തീരട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ ആദ്യത്തെ സർവീസ് ആരംഭിക്കും. വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 രണ്ടാമത്തെ മീറ്റിംഗ് ഉണ്ടാകും. അങ്ങനെ നാളെ 2 മലയാളം സർവീസുകളുണ്ട്. കൂടാതെ ഇംഗ്ലീഷും ഹിന്ദിയും ഇതിനിടയിൽ നടക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടുള്ള നമ്മളോടുള്ള ദൈവസ്നേഹത്തെ ഒന്നിനും വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം, തങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ അവർ അത്ഭുതമായി മാറും. അവർ ഭയങ്കര ശക്തന്മാരായി മാറും. അവരെ പിന്നെ പിശാചിന് ഒരു രീതിയിലും തടയാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ദൈവസ്നേഹം മനസ്സിലായാൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിക്ക് ദൈവസ്നേഹം മനസ്സിലായാൽ പിന്നെ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല, വഴി മാറിപ്പോകത്തില്ല. ഒരു കാര്യം ഓർത്തോണം, നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. അതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളെ സ്നേഹിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അവരവരെ ഇഷ്ടമാണ്. അവരവരെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെയും നമ്മളെയും നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി ചിന്തിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്വർഗീയ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ ആമേൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ആമേൻ നമുക്ക് വേണ്ടി തന്നു. അല്ലെങ്കിൽ തടഞ്ഞു വെക്കാതെ എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ ആമേൻ കർത്താവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിലെ വാക്യമാണ്. അതായത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവനെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്വയം പുത്രനെ തന്ന് നമ്മളെ അങ്ങ് സ്നേഹിക്കുക ചെയ്തത്. അപ്പം നമ്മളോടുള്ള സ്നേഹം എത്രമാത്രം വലുതാ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് കരമുയർത്തി പറയാൻ പറ്റും, പിതാവിന് എന്നോടുള്ള സ്നേഹം വലുതാ. നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇവരൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ആമേൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. അപ്പം ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം കരുതുന്നു, എത്രമാത്രം അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അങ്ങനെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഓർത്തോണം, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കരുതുകയും അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയും അവർക്ക് വേണ്ടുന്നതായ ക്രമീകരണങ്ങളെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ സകല കാര്യങ്ങളിലും എത്രയധികം ഇൻവോൾവ് ആകും. അതുകൊണ്ട് ഇന്ന് നിന്നെ തളർത്തുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ. നിനക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല. ആമേൻ. നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ഒന്നും വരാൻ അനുവദിക്കത്തില്ല. കാരണം ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. ആമേൻ. മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി യേശു നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആമേൻ, ഇന്ന് ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒന്നും ദോഷമായി ഭവിക്കത്തില്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കാരണം കർത്താവ് പ്ലാൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ആമേൻ. കർത്താവ് ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുക. ഒരു പക്ഷെ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ പ്രയാസമാണല്ലോ, അയ്യോ ഇതൊക്കെ ദോഷത്തിനാകുമോ. ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കാരണം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്റെ ഇന്നലകളെയും ഇന്നും നാളുകളെയും അറിയുന്ന ദൈവം. അവൻ ആൽഫയും അവൻ ഒമേഗയും ആകുന്നു. അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നു. നമ്മൾ ഈ ദിവസം മാത്രം കാണുമ്പോൾ നമ്മുടെ ഭാവിയെ കണ്ട്, നമ്മുടെ വരും ദിവസങ്ങളെ കണ്ട്, നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ് എത്രമാത്രമുണ്ടെന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്വർഗീയ പിതാവാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഹി ലവ്സ് യു മോർ ദാൻ എനിത്തിങ്. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും അധികം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ കാണുന്ന ആ കർത്താവിന് സന്തോഷം. ആമേൻ. നമ്മുടെ കാര്യങ്ങൾ
കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഈ ആമേൻ. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലേ, സുവിശേഷങ്ങളിൽ പറഞ്ഞില്ലേ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്ന് വെച്ചാൽ എത്രയധികം നല്ലത് ചെയ്യും. അതുകൊണ്ട് നല്ലതേ വരികയുള്ളൂ, നല്ലത് മാത്രമേ നിങ്ങൾക്ക് ഭവിക്കുകയുള്ളൂ. കാരണം നിങ്ങളെ ഒത്തിരി അപ്പ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കും. കർത്താവെ, ഈ ജനം അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ ഇടവരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായോ എങ്കിൽ പുതുതായിട്ടൊരു 10 പേർ കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും ആ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ഒരത്ഭുതമായി നമ്മൾ മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless you. God bless you.